സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകുന്നത് ഭക്തർ നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ച അയ്യപ്പ വിശ്വാസികളുടെ ധീരമായ വിജയവുമാണ്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാനായി തെരുവിലിറങ്ങിയ 10,000-കണക്കിന് അയ്യപ്പ ഭക്തരുടെ പ്രാർത്ഥനകൾക്കും കണ്ണീരിനും ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ലെന്ന് അഹങ്കരിച്ചവർക്കും തന്ത്രി കുടുംബത്തെയും വിശ്വാസികളെയും പുച്ഛിച്ചു തള്ളിയവർക്കും ഒടുവിൽ അയ്യപ്പനു മുൻപിൽ ശിരസ് നമിക്കേണ്ടി വന്നിരിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പിൽ സന്ദീപ് പറഞ്ഞു, ശബരിമലയിൽ ആചാരലംഘനം അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടെടുത്ത് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നിട്ടുകൂടി ഹൈന്ദവ വിശ്വാസങ്ങളെയും ശബരിമലയിലെ പവിത്രതയും സംരക്ഷിക്കാൻ അദ്ദേഹം കാട്ടിയ ആർജവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. വിശ്വാസികൾക്കൊപ്പം നിന്ന ആ നിലപാടാണ് ഇന്ന് ഈ മാറ്റങ്ങൾക്ക് അടിത്തറയിട്ടത്. ആചാര സംരക്ഷണത്തിനായി ഗുരുവായൂരിൽ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസിന്റെയും CPM-കാരുടെയും ക്രൂരമർദ്ദനത്തിനിരയായി എന്റെ കാൽപാദമൊടിഞ്ഞു. സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചതിന് 10 ദിവസം ജയിലിൽ കിടന്നു. ആ മുറിപ്പാടുകളും ജയിൽവാസവും ഇന്നെനിക്ക് അഭിമാനമാണ്. കാരണം ആ ചങ്ങലക്കെട്ടുകൾ അയ്യപ്പന് വേണ്ടിയായിരുന്നു. പുലിപ്പാൽ കൊണ്ടുവരാൻ വിട്ട മണികണ്ഠൻ പുലിപ്പുറത്ത് മടങ്ങി വന്നതുപോലെ അയ്യപ്പനെ വെല്ലുവിളിച്ചവർക്ക് അതേ അയ്യപ്പന്റെ മണ്ണിൽ ഇന്ന് തോൽവി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. സന്ദീപ് കുറിച്ചു. UTV ന്യൂസ്, പാലക്കാട്.